ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഡൽഹിയിലെ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് പുറത്തു നടന്ന സ്ഫോടനം അതിലും ബൃഹത്തായ ഒരു തീവ്രവാദ ആക്രമണ പരമ്പരയ്ക്ക് മുന്നോടിയായി ഉണ്ടായ സംഭവമാണെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഡിസംബർ 6-ന്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ആ ദിവസം നടന്ന ബാബരി മസ്ജിദ് തകർക്കലിന് പ്രതികാരമായി ആസൂത്രണം ചെയ്ത ബോംബ് സ്ഫോടന പരമ്പരയുടെ ഉള്ളറകളിലേക്കാണ് തിങ്കളാഴ്ച നടന്ന സ്ഫോടനം വിരൽ ചൂണ്ടുന്നത്. ബാബരി മസ്ജിദ് തകർത്ത ദിനത്തിന്റെ വാർഷികത്തിൽ 6 സ്ഥലങ്ങളിൽ സ്ഫോടന പരമ്പര നടത്താനുള്ള പദ്ധതി ഭീകരർ തയ്യാറാക്കിയിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെട്ട സംഘമാണ് ഈ ഭീകര പ്രവർത്തനത്തിന് പിന്നിൽ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് വെളിവാകുന്നത് ഭീകര പരമ്പരയ്ക്ക് 5 ഘട്ടങ്ങളുടെ പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ്. ആദ്യഘട്ടത്തിൽ ജയ്ഷെ മുഹമ്മദ്, അൻസാർ ഖസവത്ത് ഉൽ ഹിന്ദ് എന്നീ സംഘടനകളുമായി ബന്ധമുള്ള ഒരു ഭീകര സെൽ രൂപീകരിക്കലും, രണ്ടാം ഘട്ടത്തിൽ ഹരിയാനയിലെ നൂഹ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ നിന്ന് രാസവസ്തുക്കളും ഒപ്പം മറ്റ് ആയുധങ്ങളും ശേഖരിച്ച് IED സജ്ജമാക്കലുമാണ് ഭീകരർ പദ്ധതിയിട്ടത്. ശേഖരിച്ച രാസവസ്തുക്കൾ കൊണ്ട് IEDകളുടെ നിർമ്മാണവും ഡൽഹി NCR മേഖലയിൽ ലക്ഷ്യസ്ഥലങ്ങൾ നിരീക്ഷിക്കലും മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ടപ്പോൾ, നാലാം ഘട്ടത്തിൽ ബോംബുകൾ സംഘാംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലുമായിരുന്നു പ്ലാൻ. അഞ്ചാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും 6ഓളം സ്ഥലങ്ങളിൽ ഒരേ സമയം സ്ഫോടനങ്ങൾ നടത്താനും ഭീകരർ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 2025 ഓഗസ്റ്റിലായിരുന്നു സ്ഫോടനങ്ങൾ നടത്താൻ ആലോചിച്ചിരുന്നതെങ്കിലും പിന്നീട് ഡിസംബർ 6-ലേക്ക് മാറ്റുകയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പണിത ബാബരി മസ്ജിദ് നിന്നത് ശ്രീരാമ ജന്മഭൂമിയിലാണെന്ന വിശ്വാസത്തെ തുടർന്ന് 1992 ഡിസംബർ 6-ന് തകർക്കപ്പെട്ടു. ദീർഘമായ നിയമ പോരാട്ടങ്ങൾക്ക് പരിസമാപ്തിയായതോടെ മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു. ഈ സംഭവങ്ങൾ ഭീകര സംഘടനകൾക്ക് ഇന്ത്യൻ മണ്ണിൽ ആക്രമണങ്ങൾ നടത്താനും കടുത്ത പ്രതികാര വാഞ്ചതയോടെ തിരിച്ചടിക്കാനുമൊക്കെയുള്ള പദ്ധതികൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു. ജയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകൾ പലപ്പോഴായി അയോധ്യയിൽ ആക്രമണം നടത്തണമെന്ന ലക്ഷ്യത്തോടെയുള്ള ആഹ്വാനങ്ങളും നടത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച നടന്ന സ്ഫോടനത്തിനു പിന്നിൽ ഡോക്ടർമാരുടെ സംഘമാണ് ഉണ്ടായിരുന്നത് എന്നത് വൈറ്റ് കോളർ ഭീകരതയുടെ പുതിയ ഭയാനകമായ സാഹചര്യമാണ് വെളിവാക്കുന്നത്. റെഡ് ഫോർട്ട് സ്ഫോടനം നടന്ന കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന കാശ്മീരി ഡോക്ടറാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഫരീദാബാദിലെ അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഉമർ ഉൻ നബി. 13 പേർ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനത്തെ തുടർന്ന് നടന്ന റെയ്ഡുകളിൽ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തി. ഡോക്ടർമാരായ മുജമിൻ ഷെയ്ഖ്, ഷാഹിൻ സായിദ് എന്നിവരെയും അറസ്റ്റ് ചെയ്തു. ഇവർ എല്ലാവരും തന്നെ പുതുതായി രൂപം കൊണ്ട ഭീകര മൊഡ്യൂളിന്റെ ഭാഗമായുള്ള ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ്. ഭീകരാക്രമണങ്ങൾ വിതയ്ക്കുന്ന ഭയം വാക്കുകളിൽ കുറിക്കാൻ കഴിയുന്നതല്ല. അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതുപോലെ സ്ഫോടക പരമ്പരയിലൂടെ ഇന്ത്യയെ വിറപ്പിക്കാൻ ശ്രമിക്കുന്ന ഭീകരർ ദയ അർഹിക്കുന്നില്ല. പ്രതികാരത്തിന്റെ പേരിലോ അല്ലാതെയോ നിരപരാധികളായ പാവ മനുഷ്യരെ കുരുതി കൊടുക്കാൻ ഒരു നാളും അനുവദിക്കില്ല എന്ന് ശക്തമായി തന്നെ ഇന്ത്യൻ ഭരണകൂടം ഭീകര പ്രവർത്തകർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും.